ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്ക് വളരെ പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ സാജീരകം ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഈ ജീരകം ഒന്ന് പൊട്ടി വരണം. ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. സിമ്മിലിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസ് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റാണ്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളമുള്ള അരി വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ടാണ് നമ്മൾ അരി വേവിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. എന്നാലേ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.